നിലവിളിച്ചോടുന്നതിന് പകരം വെള്ളത്തിനടിയിലോട്ട് 4 വെടിയെങ്കിലും വെക്കാൻ സാധിച്ചു. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് 5-6 തോക്ക് ഞാൻ തന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ കിടന്ന് വേളം വെച്ചിട്ട് എന്താ കാര്യം? തോക്ക് മരയിൽ വെച്ചിട്ടാണോ സാറേ നമ്മൾ ഇത്തിരി മദ്യം സേവിക്കുന്നത്? മാത്രമല്ല കുളത്തിന് അടിയിലൊരു മുതലേ ഉണ്ടാകുമെന്ന് നമ്മളും വിചാരിച്ചു. കുളത്തിൽ എവിടെ നാടോ മുതല? ഓ, കാറിനകത്ത് ആരോടെ ഉണ്ടായിരുന്നു പട്ടരെ? അതൊരു വിസ്മയായിട്ട് എനിക്ക് തോന്നിയത്. ശരിക്കും എന്റെ മുത്തച്ഛന്റെ അതേ ശബ്ദം. സത്യം പറയാലോ, ജനിച്ച ശേഷം ഇതുവരെ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടില്ല. നേരാ, ഒരു SP ആണെന്ന കാര്യം കുറച്ചു നേരത്തേക്ക് ഞാനും മറന്നു. ബെസ്റ്റ് പോലീസും മുന്തിയ വക്കീലും. തല വെട്ടിയെടുത്ത് ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ ജീവനില്ലാത്ത തലയും വെച്ച് കോടതി വിലസും. നേരിട്ട് വന്നാലോ മുള്ളും. താനൊക്കെ SP ആണെന്ന് ആരാടോ പറഞ്ഞത്? റിട്ടയർ ചെയ്തിട്ട് കാലം എത്രയായി? താനൊക്കെ ഇപ്പൊ ഒരു വേസ്റ്റാ. എന്നാലും ആന മെലിഞ്ഞ ആരെങ്കിലും തൊഴുത്ത് കിട്ടുവോ? ആന മെലിഞ്ഞാൽ തൊഴുത്ത് കിട്ടില്ല, പക്ഷെ മെലിയുന്നത് ആനയായിരിക്കണം. താനൊക്കെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സൂക്ഷിച്ചോ, ഇതൊരു ട്രാപ്പാ. തന്റെയൊക്കെ പുറകെ ആരോ ഉണ്ട്. എന്റെയൊക്കെ പുറകെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതേ ആള് മറ്റു പലരുടെയും പുറകിൽ കാണും. കൊന്നിട്ട് എനിക്ക് ശീലമില്ല, കൊന്നവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. ആ കുളം വറ്റിക്കണം, കാറിൽ വന്നവനെ കണ്ടുപിടിക്കണം. തന്റെ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്ക്. ഐജിയോട് പറഞ്ഞ എല്ലാത്തിനും പോക്കാം പോരെ? അതിപ്പോ ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ IG കഷ്ടപ്പെടും. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇടപെട്ടോരെല്ലാവരും എന്റെ ശത്രുക്കളാ. അതിലൊരു ആശ്രയമുള്ളത് ദേ ഇപ്പൊ ജോർജ് സാറാ. ആരാ എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയായി പോയില്ലേ മുരുക? ഈ കുളം കലക്കി മത്സ്യം പിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. ഇത് കലക്കിയാവൻ പൊന്തുവോ? അടിയിൽ മുഴുവൻ പായല, ഇതിൽ ആരുമില്ല. കയറി പോരെ. ഇനി അവൻ വന്നാ ഞാൻ നോക്കിക്കൊള്ളാം. വെള്ളത്തിൽ തോട്ട വെക്കും ഞാൻ. കള്ള കഴിവരടാമൻ. ഒന്നും നിന്നേ. അതെ, ഇന്നലെ ഇതിനകത്ത് ഒരു ഫുൾ ബോട്ടിൽ മുങ്ങി പോയിട്ടുണ്ട്. അടപ്പ് നല്ലോണം മുറുക്കിയിട്ടുണ്ട്. വെള്ളം കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ വല്ലതും കാലുമ തടഞ്ഞോ? ഇല്ല. വേണ്ട. എന്നാലും എന്റെ കുളത്തില് ഇത്ര ധൈര്യപ്പെട്ട് ഏത് മുതലയാടാ വന്നത്? കണ്ടു കിട്ടിയിരുന്നെങ്കിൽ അവന്റെ ചോര ഞാൻ ഇതിന് തളച്ചേനെ. അവനോടെ വന്നോളും. SP മുതലയെ പിടിക്കാറിയ അവന്റെ അമ്മയുടെ ഒരു മുതല. സത്യമായിട്ടും SP-യുടെ അമ്മ ഒരു മുതലയായിരുന്നു. താൻ പോടോ. ഞാൻ വെറുതെ പറയണതല്ല. അമ്മയും മോനും കൂടി സ്വത്തടിച്ചെടുക്കാൻ വേണ്ടി കാർന്നൂർക്ക് വിഷം കൊടുത്ത് കൊന്നതല്ലേ? കേസ് ഞാനല്ലേ വാദിച്ച് ജയിച്ച ജോർജ് സാറേ. അപ്പൊ താൻ മുതലേക്കാളും കഷ്ടാണല്ലോടോ. അങ്ങനെ നോക്കുമ്പോ ജോർജ് സാറോ, സാറിന് ചേരുന്ന ഒറ്റ വാക്കേ മലയാള ഡിക്ഷണറിയിലുള്ളൂ: സുന്ദര കാലമാടൻ. ഇത്രയും സൗന്ദര്യവും മുഖശ്രീയുള്ള കാലമാടൻ നമ്മുടെ രാഷ്ട്രീയത്തിലില്ല. നീ ചോര തളിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ മുതലേടാ ഞാൻ. എന്താ നിനക്കെന്റെ ചോര വേണോ? അയാളുടെ ശബ്ദമല്ലേ കേട്ടത്? അതെല്ലോ. SP കാണാനില്ല. അതെ, ദിവസം 2 കഴിഞ്ഞിട്ടും ബോധം വന്നിട്ടില്ല. ഇനി ബോധം വരാതെ SP അങ്ങോട്ട് പോവോ? എന്താ തനിക്ക് അയാൾ വരും തരാനുണ്ടോ? അല്ല, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു തന്നിട്ട് പോയിരുന്നെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടിയായിരുന്നു. കുളത്തിലിറങ്ങിയ ഇയാൾ എങ്ങനെയാ ബോധമില്ലാതെ ചെളിക്കുണ്ടിലെത്തിയത്? ഒരു കാര്യം തീർച്ചയാ സ്വാമി. എന്താ? ആരോ നമ്മുടെ പിന്നിലുണ്ട്. ആര്? അതാരാണെന്ന് അയാൾക്കല്ലേ അറിയൂ. ബോധം വരട്ടെ, ചോദിക്കാം. ഇനിയിപ്പോ ബോധം വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ അവൻ അടുത്ത് വരുന്നത് തന്റെ മുമ്പിലായിരിക്കും. നേരിട്ട് കാണുമ്പോ ചോദിക്കാം. എന്റെ പിന്നാലെ എന്തിനാ ഇങ്ങനെ മുതലായിട്ട് നടക്കണേ? കേസിന്റെ കാര്യമാണെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചൂടെ? ജോർജ് സാറേ, എന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നോക്കി. ആരുമില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. ഓ, അത് ശരി. ഞാൻ പോവാ. താനൊരു കാര്യം ചെയ്യും. അയാൾക്ക് ബോധം വരുമ്പോ ഞാൻ വന്ന് പോയെന്ന് പറഞ്ഞേ.
ആളെ മനസ്സിലായിട്ട് നീ എന്താ ഇവനെ വെറുതെ ഒഴിവാക്കിയത്? കുറച്ച് ദിവസം ഇവരെ ഇങ്ങനെ തട്ടിക്കളിച്ചേ പറ്റൂ. ആ വക്കീലിനെയും അന്ന് കേസ് അന്വേഷിച്ച DSP നമുക്ക് കിട്ടി. അവരെ ഒന്ന് കുലുക്കിയപ്പോൾ ജോർജ് എന്ന് പറയുന്ന ആ ചെകുത്താനും വന്നു. ഇനി ഒരാൾ കൂടിയുണ്ട്. ഈ ബഹളം അവനെ ഇവരരികിലെത്തിക്കും. അല്ലെങ്കിൽ ഇവർ അവനെ തേടി ചെല്ലും. ഞാൻ കാത്തിരിക്കുന്നതിനാണ്. അവനാരാ? അവനൊരു പൂച്ചക്കണ്ണനാണ്. പൂച്ചക്കണ്ണനോ? അത്ര എനിക്കറിയൂ. പൂച്ചക്കണ്ണൻ. നിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. ആ ജോർജ് ഒരു സാധാരണ ജോർജ് അല്ല. അയാളുടെ രാഷ്ട്രീയ സ്വാധീനമോ ആൾ ബലമോ നിനക്കറിയില്ല. എന്നോ നടന്നൊരു കേസ്, അതിനൊരു കോടതി വിധി. അതിന് നീ തലമുണ്ടാക്കുന്നതിന് ക്യാപ്റ്റാ? ഞാൻ തലപുണ്ണാക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? നീ അവരുടെ പേടി കണ്ടോ? അവരിപ്പോഴേ പാതി ചത്തു കഴിഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ്, പരമാനന്ദം. നിനക്കറിയോ, എന്നെ ഇവർക്ക് പിറകെ പറഞ്ഞയച്ച ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയോട് ഞാൻ പതുക്കെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് ഒരിക്കൽ വായിച്ചു മറന്നുപോയ ഒരു മേൽവിലാസം എന്റെ മനസ്സിലെവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട്. അത് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. അത് വായിച്ചെടുക്കണം. ആരുടെ മേൽവിലാസം? ഒരു പെൺകുട്ടിയുടെ, ഒരു മകളുടെ മേൽവിലാസം. കഴിഞ്ഞ മെയ് 7-ാം തീയതി മരിച്ചുപോയ കുമാരേട്ടൻ മരിക്കുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു കത്തിലെ മേൽവിലാസം. അതെങ്ങനെ നിനക്കറിയാം? ഞാനാണത് പോസ്റ്റ് ചെയ്തത്. ആ കത്ത് എന്റെ കയ്യിലെത്തിച്ചത് മറ്റാരുമല്ല, ഈശ്വരനാണ്. ആ ഈശ്വരനെ ഞാൻ അനുസരിച്ചേ പറ്റൂ. സദാശിവോ? ആ, ശേഖരൻ മാഷയുടെ മോനല്ലേ? അല്ലല്ലോ, രാമൻകുട്ടി മേനോന്റെ മോനാ. അതെന്നെ വലിയ പറമ്പിലെ രാമൻകുട്ടി മേനോൻ. അല്ല, കോഴിപ്പറമ്പിലെ. അതെ, രണ്ടും പറമ്പ് തന്നെയാണല്ലോ. സദാശിവൻ അല്ലേ പേര്? അതെ. എന്തിനാ ഏതിനാന്ന് ചോദിക്കരുത്. ഒരാൾക്ക് സദാശിവനെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ട്. എഴുത്തൊക്കെ എടുത്തല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ, പോട്ടേക്കാം. പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ കുട്ടിയാസൻ. ചോദിച്ചോ. സദാശിവനല്ലേ ആ പെട്ടിന്ന് സ്ഥിരമായിട്ട് കത്തുകൾ എടുക്കാറ്? അതെ. ഇങ്ങനെ ഒരു പേര് പിൻഭാഗത്ത് എഴുതിയിട്ട് അടുത്ത കാലത്തൊരു കത്ത് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ, അതാണ് ഫ്രം അഡ്രസ്. ഓർമ്മയുണ്ടെങ്കിൽ ആ കത്തിന്റെ സ്ഥിരമായ അഡ്രസ് ഒരു സ്ഥലത്തേക്കാണ്. പലതവണ എടുത്തുകൊണ്ട് സദാശിവൻ ഒരു പക്ഷേ വായിച്ചു കാണും. ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ. ഓർമ്മ കിട്ടുന്നില്ല. ഒരു പക്ഷെ കത്തിൽ സീലടിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയായിരിക്കും. അല്ല, സീലടിക്കുന്നുണ്ടെന്ന് വെച്ച് ശിവൻകുട്ടി ഈ ഫ്രം അഡ്രസ് കാണണമെന്നില്ലല്ലോ. ഇവിടെ നയിക്കുന്ന കത്തായതുകൊണ്ട് അയാൾ മുൻവശത്തെ അഡ്രസ്സിലല്ലേ സീലടിക്കൂ ക്യാപ്റ്റാ. അച്ഛാ, മാത്രമല്ല ഈ കത്ത് ആ പെട്ടി തന്നെ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതെ. പിന്നൊരു വഴിയുണ്ട്. കത്തിന്റെ ഫ്രം അഡ്രസ് സീലടിക്കുന്നത് അത് കിട്ടുന്ന പോസ്റ്റ് ഓഫീസിലാണ്. ഈ വിലാസം ഒരുപക്ഷെ അവിടുത്തെ പോസ്റ്റ്മാൻ അറിയാൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീ പറഞ്ഞത് ബുദ്ധിമോശം. ഈ മേൽവിലാസം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഓഫീസ് തപ്പുന്നത്? കഴുത എന്നെ എന്റെ കുമാരേട്ട, ജെസ്സി മോസസ് കോൺവെന്റ്. ജെസ്സി മോസസ് കോൺവെന്റ് അല്ലടാ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്. അതെ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, പാലക്കാട്. അതാണ് അഡ്രസ്. എനിക്കത് കിട്ടി, ഞാനത് മറന്നിട്ടില്ല. കോൺവെന്റിൽ ഏത് സിസ്റ്റർ ക്യാപ്റ്റാ? സിസ്റ്റർ അല്ലടാ, മോള്, കുമാരേട്ടന്റെ മോള്. ആരെയാ കുട്ടികളെ കാണേണ്ടത്? ഇത് തന്നെയല്ലേ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്? ഇത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് അല്ല, ചാരിറ്റി ഹോം. കോൺവെന്റ് ആ മതിൽക്കെട്ടിനപ്പുറത്താണ്. അത് ശരി, അത് കോൺവെന്റ്, ഇത് ചാരിറ്റി ഹോം. അതെ. രണ്ടിനും കൂടെ രണ്ടമ്മയാണോ അതോ ഒരമ്മയാണോ? ഒരമ്മേ ഉള്ളൂ. എങ്കിൽ ആ അമ്മയെ എനിക്കൊന്ന് കാണണം. കാണാം. കുഞ്ഞേതാ? എവിടുന്നാ? ഞാൻ ആർമിയിലാണ്, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വരൂ. അപ്പോഴേ ഇദ്ദേഹം ആർമിയിലല്ലേ?
ഏയ് ആർമി നമുക്ക് പറ്റൂല. ഞാൻ വെറും ഒരു പാവം ജിന്നാണ് സിസ്റ്ററെ. സിസ്റ്റർ അല്ല, മദർ, അമ്മ, അങ്ങനെ വിളിക്കണം. സോറി. ക്യാപ്റ്റൻ വിജയ് മേനോൻ ഈ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാണ് വന്നത്? പരസ്പരം ഒരു സഹായം. സഹായം അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ എനിക്കാവാം. എന്തായാലും സഹായിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന കത്തുകളൊക്കെ അമ്മ കാണാറുണ്ടാവും അല്ലേ? ഉവ്വ്. അതിന്റെ രണ്ട് വശത്തുമുള്ള മേൽവിലാസവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടാവും. ചോദ്യങ്ങൾ ഒഴിവാക്കാം. എന്താണ് ആവശ്യം അത് പറയൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കത്തുകളിൽ ഒരു മനോഹരമായ കത്തുണ്ട്. അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേര് എഴുതിയിരിക്കും. പരിഭ്രമിക്കണ്ട. ഈ വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ്. ഈ കത്ത് ഏത് പെൺകുട്ടിക്കാണോ വരുന്നത് അവളെ എനിക്കൊന്ന് കാണണം. അഡ്രസ് ഇല്ലാതെ ഫ്രം അഡ്രസ്സിലെ വെറും ഒരു പേരും വെച്ചുകൊണ്ട്. ക്ഷമിക്കണം, അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാം. എനിക്കെല്ലാം അറിയാം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമ്മ ഈ പേര് കാണുന്നുണ്ട്. അവസാനമായി ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഇല്ലൻഡിൽ വരെ അമ്മ അത് കണ്ടു കഴിഞ്ഞു. ഇനി അത് കാണില്ല. ഞാൻ ആരാണെന്നോ എന്റെ സത്യം എന്താണെന്നോ നിങ്ങളോട് വന്ന് വെളിപ്പെടുത്താൻ ഈ കുമാരേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചുപോയി. എന്റെ മടിയിൽ കിടന്ന് മരിച്ചുപോയി. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. ആരാ? ഞാൻ കുട്ടി ഹസൻ. നിങ്ങളുടെ അമ്മയെ കാണാൻ എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം വന്നാ. എന്റെ അമ്മയെ കാണാനോ? എന്റെ അമ്മയെ കാണാൻ ഇവിടെ എന്തിനാ വരുന്നത്? അമ്മ അങ്ങ് വീട്ടിലാ. അമ്മയെ പരിചയമുണ്ടോ? ആ അമ്മയല്ലേ സിസ്റ്ററെ, ഇവിടുത്തെ അമ്മ. മദർ. മദർ എന്ന് വിളിച്ചപ്പോ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മയെന്ന് ഇവിടെ പറഞ്ഞപ്പോ ആകെ ഗുലുമാലുമായി. ഞങ്ങൾക്കിപ്പോ നിസ്കാര നേര. അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിക്കായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനാ മുറി. ആ സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു എന്ന് വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിന്നോളൂ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. പ്ലീസ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുമാരേട്ടൻ മരിച്ച കാര്യം. ഇല്ല, ഞാൻ പറയില്ല. എന്തു പറയണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവളെ കരയിക്കരുത്. ഞങ്ങൾ ഒരിക്കലും അവളെ കരയിച്ചിട്ടില്ല. ചെല്ലു. അച്ഛൻ അയച്ച ആളാണെന്ന് മദർ പറഞ്ഞു. എന്തേ അച്ഛൻ വരാത്തെ? അച്ഛനാണ് മോള് വിളിക്കാറ്. ആ. പിന്നെ കത്തില് അച്ഛൻ എഴുതുന്ന കത്തൊക്കെ വായിക്കാറുണ്ടോ? എഴുതുന്ന കത്തുകളിലൊക്കെ കുമാരേട്ടൻ എഴുതുന്നത് അച്ഛനൊരു ശീല. ദൈവം വരെ അച്ഛനെ കുമാരേട്ടൻ അത്ര വിളിക്കാറ്. എന്താ മോളുടെ പേര്? ഗംഗ എന്നാണ് അച്ഛൻ തന്ന പേര്. ഇവിടുത്തെ പേര് മേരി. മദർ ഇട്ടതാ. രണ്ടും നല്ല പേരാണ്. എന്നാലും മോളേന്ന് വിളിക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. കുമാരേട്ടൻ എനിക്ക് അച്ഛൻ തന്നെ. വരാൻ സാധിക്കാത്തതിന്റെ ദേഷ്യം തോന്നരുതെന്ന് മോളോട് പറയാൻ പറഞ്ഞു. എപ്പോഴും യാത്രയാണെന്നും പറഞ്ഞ് കത്തെഴുതാൻ വിലാസം തരാറേ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛനോട് ദേഷ്യ. പക്ഷേ കാണുമ്പോ അതൊക്കെ ഞാൻ മറക്കും. അറിയാം. അച്ഛൻ തന്നെ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നില്ലെങ്കിലും ഈ ഏട്ടൻ ഇനി എന്നും കാണാൻ വരും. ഞാൻ വരുന്നതും അച്ഛൻ വരുന്നതും ഒരുപോലെ അല്ലേ മോളെ? എന്താ ഇത്? അച്ഛൻ പറഞ്ഞയച്ച ഒരാൾ കാണാൻ വരുമ്പോ കരയാ. അച്ഛനോട് വരാൻ പറയോ? പറയാം, തീർച്ചയായിട്ടും പറയാം. ഒരു കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞാ വിട്ടിരിക്കുന്നത്. എന്റെ മോൾക്ക് പരീക്ഷ തുടങ്ങാറായി. അവളെ അനുഗ്രഹിച്ചിട്ടേ വരാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ തല്ല് കിട്ടുമെന്നൊക്കെ. ഞാൻ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ ഒരു സന്തോഷത്തിന്.
എന്താ ഇത്? പറയാം, മോളെ കണ്ടു എന്ന് അച്ഛനോട് പറയാം. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാര, ഞാൻ കണ്ടു. നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ മകളെ ഞാൻ കണ്ടു. You are an innocent idiot, simple rascal. ഞാൻ സിമ്പിൾ റാസ്കൽ ആണെങ്കിൽ നീ ഡബിൾ റാസ്കലാടാ മോനെ. ഇവിടെ നീ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്തിയില്ലേ? യു ബ്ലഡി സോൾജർ. എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞേ? കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ മദർ ചീത്ത പറഞ്ഞോ? തല്ലിയോ? ഈ കന്യാസ്ത്രീ ബഹളം വെച്ച കൊന്നുകളെ ഞാൻ കണ്ടടാ. ആരെ? കുമാരേട്ടന്റെ മോളെ കണ്ണു നിറച്ച് കണ്ടടാ. ഞാൻ എന്താഗ്രഹിച്ചോ അത് സാധിച്ചു. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട്. എന്ത് തീർക്കാനുണ്ട്? ഒരേകാംഗ കോടതി, ശത്രുവിനോട് അശേഷം കരുണ കാണിക്കാത്ത ഒരേകാംഗ കോടതി. ഇറ്റ് വിൽ ബി എ കോർട്ട് മാർഷൽ ഇൻ ഓൾ റെസ്പെക്ട്. ഞാൻ അവരെ എന്റെ മുമ്പിൽ നഗ്നരാക്കി നിർത്തും. There I will declare my judgment. ഈ ഞാൻ Captain Vijay Menon, the respected soldier from the Indian Army.